എല്ലാവർക്കും നമസ്കാരം. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരത്തിന് പോകുന്ന ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരായിരുന്നാലും നാലുചക്ര വാഹനത്തിൽ പോകുന്ന ആളുകളായിരുന്നാലും വളരെ ശ്രദ്ധയോടുകൂടി വേണം വാഹനങ്ങൾ ഓടിക്കുവാൻ. പല ഭാഗങ്ങളിലും ആന ഈ വിനോദസഞ്ചാരികളെ ആക്രമിക്കുന്നുണ്ട്. ഇന്ന് കാലത്ത് ആനക്കയം കഴിഞ്ഞ് വാച്ചുമര സ്റ്റേഷൻ കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് കൊടുങ്ങല്ലൂരിൽ നിന്നും ഈ റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വിനോദസഞ്ചാരത്തിനായിട്ട് വന്ന 2 യുവാക്കൾ ഈ ഇരുചക്ര വാഹനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അവർക്ക് ഈ ആനയുടെ മുന്നിലകപ്പെട്ടു. ഏകദേശം 10ഓളം ആനകളുണ്ടായിരുന്നു. ഒരു കുട്ടിയാന അടക്കം 10ഓളം ആനകൾ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരെ അപകടം പിടിച്ച രീതിയിലായിരിക്കും ആനകൾ പെരുമാറുക. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇവരെ രക്ഷപ്പെടുത്തിയത് വെറ്റലപ്പാറ 13 ശ്രീജിത്ത് വെറ്റലപ്പാറ എന്ന് പറയുന്ന ചേട്ടൻ. അദ്ദേഹത്തിന് കോളീസ് ഉണ്ട്. അദ്ദേഹം ഈ റൂട്ടിലൂടെ പോകുന്ന സമയത്ത് തന്നെ ഈ ആനകളെ കണ്ടു. ആനകളെ കണ്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ ഇരുചക്ര വാഹനത്തിൽ പോകുന്ന കൊടുങ്ങല്ലൂർ സ്വദേശികളെ കണ്ടപ്പോൾ പറഞ്ഞു, ആന ഇവിടെയുണ്ട്, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. അതിനുശേഷം ഇദ്ദേഹം കടന്നുപോയി. ഈ ശ്രീജിത്ത് വെറ്റലപ്പാറ എന്ന് പറഞ്ഞ ചേട്ടൻ കടന്നുപോയി കുറച്ച് സമയം അയാൾ വെയിറ്റ് ചെയ്തു. കാരണം ഇവർ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവരെ കാണാണ്ടായി കഴിഞ്ഞപ്പോൾ ബാക്ക് എടുത്ത് ചെന്നപ്പോഴാണ് ഇവർ ആനയുടെ മുന്നിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ ബൈക്ക് മുന്നിൽ ഈ ആനകളുടെ മുന്നിൽ അകപ്പെട്ടു. ബൈക്ക് ആന ആക്രമിച്ചു. ഇവർ ഓടി പോകുന്നതിനിടയിൽ ഇവരുടെ ശരീരമൊക്കെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഈ ചേട്ടൻ പോലീസ് പിറകിലേക്ക് എടുത്ത് റൈസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ നേരം റൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ആനകൾ അവിടെ നിന്ന് പോയത്. എന്തായിരുന്നാലും യുവാക്കളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഈ ശ്രീജിത്ത് വെറ്റപ്പാറ എന്ന് പറയുന്ന ചേട്ടന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ റൂട്ടിലൂടെ പോകുന്ന ഇരുചക്ര വാഹനത്തിലൊക്കെ സഞ്ചരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അമ്പലപ്പാറ ഭാഗത്ത് കപാലി ഇറങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ആനകളൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിൽ ആനകളെ ആക്രമിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം മലക്കപ്പാറ അതുപോലെ തന്നെ അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന റൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. പറഞ്ഞതാ